അത് ട്രംപ് അല്ല, ആര് പറഞ്ഞാലും ചെയ്യില്ല. കാരണം ഇന്ത്യയുടെ പൊതു സ്വഭാവമാണ് രാഷ്ട്രീയ അഭയവും ആ തരത്തിലുള്ള സപ്പോർട്ടും തേടി വരുന്നവർ ഇന്നേ വരെ ഇന്ത്യ തള്ളി പറഞ്ഞിട്ടില്ല. അത് ദലൈലാമയുടെ കാര്യത്തിലായാലും അതിന്റെ പേരിലാണ് ചൈനയുമായിട്ട് യുദ്ധം ഉണ്ടായത്. ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രി പദത്തിലിരിക്കെ അവിടെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഉണ്ടായപ്പോൾ രക്ഷപ്പെട്ട ഇന്ത്യയിലേക്കാണ്. വിട്ടുകൊടുക്കാൻ ബംഗ്ലാദേശ് പറഞ്ഞ് നമ്മൾ കൊടുത്തില്ല. എന്തായാലും ഇറാന്റെ കാര്യത്തിൽ ഇന്ത്യ ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കും. ഈ കപ്പലിന് സംരക്ഷണം നൽകും. അമേരിക്കയിൽ വേറെ ആര് പറഞ്ഞാലും ഇന്ത്യ അത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. ഇന്ത്യക്ക് വിട്ടുകൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ സാഹചര്യങ്ങൾ മറ്റൊന്നാണ്. ട്രംപ് കടുംപിടുത്തം തന്നെ പിടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ട്രൂത്ത് സോഷ്യലിൽ വന്നിരിക്കുന്ന ട്രംപിന്റെ ഒരു പ്രതികരണം നമ്മൾ കണ്ടത് ഇറാന്റെ ഒരു കൃത്യമായ അന്ത്യശാസനം പോലെയാണ് അത് തോന്നുന്നത്. കാരണം ഈ കീഴടങ്ങുക എന്നതല്ലാതെ മറ്റ് മാർഗം ഇറാനില്ല. മറ്റൊരു കരാറുമായും അമേരിക്ക ഇറാനുമായി ഏർപ്പെടാൻ പോകുന്നില്ല. കീഴടങ്ങുക എന്നത് മാത്രമാണ്. അതോടൊപ്പം തന്നെ അതിനു മുൻപേ വന്ന മറ്റു പ്രസ്താവനകൾ, എത്ര കപ്പലുകൾ ഇറാനുണ്ടോ ആ കപ്പലുകളെല്ലാം സമുദ്രത്തിനടിയിലേക്ക് മുക്കിക്കളയും, അതാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് പറയുന്നു. ഇതിപ്പോൾ ഒന്നാമത്തെ കപ്പൽ അവിടെ ശ്രീലങ്കൻ തീരത്തിനടുത്ത് 70 കിലോമീറ്റർ മാത്രം മാറി കപ്പൽ മുക്കിയിരിക്കുന്നു, അന്തർവാഹിനി US-ന്റെ. അതിനിപ്പോൾ രണ്ടാം കപ്പൽ വരുന്നു എന്നൊരു വിവരം നേരത്തെ ഉണ്ടായിരുന്നു. അതിന് ശ്രീലങ്ക അഭയം നൽകിയിരിക്കുകയാണ്. ഇതിപ്പോൾ ജെയിംസ് പറഞ്ഞതുപോലെ കഴിഞ്ഞ മാസം 28-ാം തീയതി ആണെങ്കിൽ പോലും ഈ നിലവിലെ സാഹചര്യം നോക്കുമ്പോൾ ഈ ഇന്ത്യൻ തീരത്ത് അല്ലെങ്കിൽ ഇന്ത്യ ഒരു ഇറാൻ കപ്പലിന് അഭയം നൽകിയിരിക്കുന്നു. അത് സാങ്കേതിക പിഴവായാലും ശരി, മറ്റെന്താണെങ്കിലും ശരി, ഒരു ഇറാൻ കപ്പലിന് ഇന്ത്യ അഭയം നൽകിയത് ഒരു പ്രധാനപ്പെട്ട നയതന്ത്ര വിഷയം കൂടിയായി മാറുകയല്ലേ? ഒരു നയതന്ത്ര പ്രശ്നവുമില്ല. ഒരു സാങ്കേതിക തകരാറ് വന്ന ഒരു കപ്പലിന് ഏത് രാജ്യത്താണുള്ളത് അവിടെ അഭയം നൽകുന്നത് സ്വാഭാവികമാണല്ലോ. എന്ന് മാത്രമല്ല, ഈ ശ്രീലങ്ക പോലെ ഒരു ചെറിയ രാജ്യം അവിടെ ഈ അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്ന് 32 പേരെ രക്ഷപ്പെടുത്തുകയും മറ്റേ രണ്ടാമതൊരു കപ്പൽ അവിടെ ഐറിൻസ് ബുഷർ എന്നുള്ള കപ്പല് അവിടെ 208 ജീവനക്കാരുമായിട്ട് വന്നു. ആ കപ്പലിന് ശ്രീലങ്ക അഭയം കൊടുത്തിരിക്കുന്നു. അതിൽ 208 ജീവനക്കാരെയും ശ്രീലങ്ക കൊളംബോയിൽ കൊണ്ടുപോയി സംരക്ഷിക്കുകയാണ്. ഈ ഇന്ത്യയെ പോലൊരു മഹാരാജ്യം 140 കോടി ജനങ്ങളുള്ള ഇന്ത്യക്ക് ആണോ സംരക്ഷിക്കാൻ പറ്റാത്തത്? ശ്രീലങ്കയെ പോലൊരു കൊച്ചു രാജ്യത്തിന് സംരക്ഷിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഹ്യൂമാനിറ്റേറിയൻ കേസാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.